എൻ.സി.പി നേതാവും മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയുമായിട്ടുള്ള അജിത് പവാർ ഇന്ന് രാവിലെ ഒരു വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു. അജിത് പവാറിനെക്കുറിച്ചും എൻ.സി.പിയുടെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചും സംസാരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കെ.പി. സേതുനാഥാണ്. ഈ പറഞ്ഞ പോലെ എന്തായിരിക്കും ഇനി മഹാരാഷ്ട്രയിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ എൻ.സി.പിയുടെ ഒരു രാഷ്ട്രീയ ഭാവി? മാത്രമല്ല ഈ കഴിഞ്ഞ മഹാരാഷ്ട്ര ലോക്കൽ ബോഡി ഇലക്ഷനിലൊക്കെ ശരത് പവാർ, അജിത് പവാർ പിരിഞ്ഞു നിന്നത് അവർക്കൊരു തിരിച്ചടിയായിട്ട് മാറി. അത്തരത്തിലുള്ള ചർച്ചകളും ഒരു ഒന്നു ചേരാനുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അറിവ്. ഇപ്പം എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ്? വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വാർത്തയായിരുന്നു ഇത് വന്നത്. തികച്ചും അപ്രതീക്ഷിതമെന്നൊക്കെല്ലാം പറയാവുന്ന ഒരു സംഭവം. അത് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയം അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം, മഹാരാഷ്ട്ര സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയം അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്മീഡിയറ്റായിട്ടുള്ള ഒരു വാക്യൂമുണ്ട്. കാരണം ഇദ്ദേഹം ഒരു മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ 1990 മുതൽ നിറഞ്ഞു നിൽക്കുന്ന മഹാരാഷ്ട്ര സ്റ്റേറ്റ് പൊളിറ്റിക്സിൽ, നാഷണൽ ലെവലിൽ അത്ര വലിയൊരാളായിരുന്നില്ലെങ്കിലും സ്റ്റേറ്റ് പൊളിറ്റിക്സിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരാളായിരുന്നു. കാരണം ശരത് പവാറിൻ്റെ ഒരു പിൻഗാമി എന്നുള്ള നിലയിലായിരുന്നു അദ്ദേഹം മഹാരാഷ്ട്രയിൽ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അത് ഇപ്പം എൻ.സി.പി എന്ന് പറയുന്ന പാർട്ടി ശരത് പവാർ ഉണ്ടാക്കുന്ന ആ സമയത്ത് ഒരു ഒരു ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ശരത് പവാർ ദേശീയ കാര്യങ്ങളിലും ദേശീയ തലത്തിലുള്ള എല്ലാ നീക്കുപോക്കുകളും അത്തരം കാര്യങ്ങൾ നോക്കുകയും സംസ്ഥാന തലത്തിലെ പാർട്ടി സംഘടനയും പാർട്ടിയുടെ ബാക്കി കാര്യങ്ങളും എല്ലാം അജിത് പവാർ നോക്കും എന്നുള്ളതായിരുന്നു ആ ഒരു ഡിവിഷൻ ഓഫ് ലേബർ. അത് വളരെ സ്മൂത്തായിട്ട് പോവുകയായിരുന്നു. ശരത് പവാർ ലോക്സഭയിലേക്കും ഇദ്ദേഹം അവിടുന്ന് ബാരാമതി നിയമസഭാ സീറ്റിൽ നിന്ന് നിയമസഭയിലേക്കും മത്സരിച്ച് അങ്ങനെ ജയിച്ചു വരികയും മഹാരാഷ്ട്രയിൽ ഏറ്റവും കൂടുതൽ കാലം ഉപമുഖ്യമന്ത്രിയായിരുന്ന ആളുകൂടെയാണ്. ഏതോ 4-5 ചീഫ് മിനിസ്റ്റേഴ്സിൻ്റെ കൂടെ അദ്ദേഹം ഉപമുഖ്യമന്ത്രി ആയിട്ടുണ്ട്. കോൺഗ്രസ്സുകാരുടെ കൂടെയും മറ്റേ ഏക്നാഥ് ഷിൻഡെയുടെ കൂടെയും ഇപ്പം ഉദ്ധവ് താക്കറെയുടെ കൂടെയും ഫഡ്നവിസിൻ്റെ കൂടെയും ഉപമുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയത്തിനകത്ത് എന്താണ്, അജിത് പവാർ ഇല്ലാത്ത മഹാരാഷ്ട്ര പൊളിറ്റിക്സ് എന്താണെന്നുള്ളത്. പിന്നെയുള്ളത് എൻ.സി.പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി. എൻ.സി.പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എസെൻഷ്യലി ഒരു പവാർ ക്ലാൻ എന്ന് പറയുന്ന പവാർ ഗോത്രം എന്നെല്ലാം പറയാവുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എസെൻഷ്യലി. ശരത് പവാറിൻ്റെ കുടുംബാംഗങ്ങളും പിന്നെ അങ്ങനെ വന്ന ആ ഒരു ബെൽറ്റിൽ വരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണിത്. അപ്പോൾ അതിൻ്റെ സാമൂഹികമായിട്ടുള്ള ഒരു വലിയ ഇതുണ്ട്. കാരണം മറാഠ എന്ന് പറയുന്ന ജനവിഭാഗങ്ങൾക്കിടയിലുള്ള ആ ഒരു ഇതും പിന്നെ എന്താണ് കരിമ്പ് കൃഷിക്കാരും കരിമ്പ് പഞ്ചസാര കോപ്പറേറ്റീവുകളും അങ്ങനെയുള്ള നിലയിലാണ് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ എക്കോണമി നിലനിൽക്കുന്നത്. മറ്റേ ആ പ്രദേശങ്ങളിലാണ് അതിൻ്റെ ഒരു സ്വാധീനവും ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പം ആ നിലയിൽ നോക്കുമ്പോഴത്തേക്ക് അതിൽ തന്നെ എന്ത് ചേഞ്ചസ് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന ഇവിടെയുണ്ട്. ഇപ്പോൾ ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എൻ.സി.പിയിൽ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ശരത് പവാർ ദേശീയ നേതാവായിട്ടും അജിത് പവാർ മഹാരാഷ്ട്രയിലെ നേതാവായിട്ടും വിഭാവന ചെയ്യുന്ന ഒരു ഫങ്ഷനിങ് രീതിയായിരുന്നു അതിനുണ്ടായിരുന്നത്. പക്ഷെ അത് ഈ ശരത് പവാറിൻ്റെ മകള് സുപ്രിയ സുലെ രാഷ്ട്രീയത്തിൽ വന്നതോട് കൂടിയിട്ട് ആണ് ഈ ഇക്വേഷനിൽ ഇടർച്ചയുണ്ടാവും. അതായത് ശരത് പവാറിൻ്റെ പിൻഗാമിയായിട്ട് മകൾ സുപ്രിയ സുലെ വരുന്നു എന്നുള്ള ഇത് ശരത് പവാറും അജിത് പവാറും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു വിള്ളലുണ്ടാക്കിയെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതായിരുന്നു ഇവർ തമ്മിലുള്ള ഒരു റിഫ്റ്റിലേക്കുള്ള ഒരു പ്രധാന കാരണമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അപ്പോൾ 2019 തന്നെ അജിത് പവാർ ആദ്യമേ ഒരു പ്രാവശ്യം മന്ത്രിസഭ BJP ആയി ചേർന്ന് മന്ത്രിസഭ ഉണ്ടാക്കാനായിട്ട് ചെയ്തത്. പക്ഷെ പിന്നെ അവരുടെ കുടുംബക്കാർ എല്ലാവരും കൂടെ ഇടപെട്ട് അത് പാച്ചപ്പ് ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ തന്നെ അത് നിർത്തി അദ്ദേഹം വീണ്ടും തിരിച്ച് എൻ.സി.പിയിലേക്ക് വരികയും ശരത് പവാറിൻ്റെ കൂടെ വരികയും അത് ചെയ്തിട്ട് പക്ഷേ 2023 അദ്ദേഹം പോയെന്ന് മാത്രമല്ല എൻ.സി.പി എന്ന് പറയുന്ന പേരും എല്ലാം അതിൻ്റെ പാർട്ടി ചിഹ്നവും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ശരത് പവാറിനല്ല ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തതും അത് കോടതി ഉത്തരവും എല്ലാം തന്നെ അജിത് പവാറിന് അനുകൂലമായിരുന്നു. പിന്നെ തെരഞ്ഞെടുപ്പിലെ പെർഫോമൻസ് നോക്കി കഴിഞ്ഞിരുന്നാലും അജിത് പവാറിനാണ് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 41 സീറ്റോട് കൂടിയിട്ട് വളരെ ശക്തമായ ഒരു എൻ.സി.പി ഫാക്ഷൻ എന്നുള്ള നിലയിൽ അവരാണ് ശരത് പവാറിൻ്റെ ഫാക്ഷന് വളരെ വലിയ തിരിച്ചടി ഉണ്ടായിട്ട്. പക്ഷേ ഇതിലെല്ലാം ഈ പ്രോസസ്സ് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും വന്ന പ്രധാനമായിട്ടുള്ള ഒരു സംഭവവികാസം ഇപ്പം മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലാണ്. അവിടെ ഈ 2
ഫാക്ഷനുകൾക്കും അജിത് പവാറിൻ്റെയും ശരത് പവാറിൻ്റെയും എൻ സി പി ഫാക്ഷനുകൾക്ക് വലിയ തിരിച്ചടിയുണ്ടായി. അവരുടെ സ്ട്രോങ് ഹോൾഡുകളായിരുന്ന പൂന, ഈ ബെൽറ്റ്, അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും അവർക്ക് വലിയ തിരിച്ചടിയുണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്ന് മാത്രമല്ല, അവിടെയെല്ലാം ജയിച്ചത് ബി ജെ പി ആണ്. അപ്പോൾ വളരെ ശക്തമായ നിലയിൽ, അതായത് എൻ സി പിയുടെ ഒരു സാമൂഹ്യ അടിത്തറയിൽ ബി ജെ പി വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റം നടത്തി എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ കാണാം. അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ ഇതായിട്ടുള്ള സാധനം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയ ചർച്ച മഹാരാഷ്ട്രയിൽ അടുത്ത കാലത്ത് വളരെ സജീവമായിട്ടുള്ള ചർച്ച വന്നത് ഈ രണ്ട് എൻ സി പി ഫാക്ഷനുകളും തമ്മിൽ യോജിക്കുക, രണ്ട് ഇതും യോജിക്കുക എന്നുള്ളത്. അപ്പോൾ ശരത് പവാറും അജിത് പവാറും അതിന് വേണ്ടുന്ന നിലയിലുള്ള ചർച്ചകൾ നടത്തിയിരുന്നെന്നും യോജിപ്പിലേക്ക് എത്താനുള്ള വഴി തുറന്നുവെന്നുമല്ലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട്, കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നടന്നിട്ടുള്ള പ്രധാന ഒരു സംഭവവികാസം അതായിരുന്നു. അതിന് വേറൊരു ഇതുകൂടെ ഉണ്ടായിരുന്നു, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ. കാരണം ശരത് പവാർ ആക്റ്റീവ് രാഷ്ട്രീയം ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഈ രാജ്യസഭയിലെ കാലാവധി ഈ വരുന്ന ഏപ്രിലിൽ അവസാനിക്കും. ഈ ഏപ്രിലിൽ അവസാനിച്ചതോടു കൂടിയിട്ട് പിന്നെ അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുകയാണ്, വിശ്രമമാണ് അദ്ദേഹം എന്ന് പറയുന്ന നിലയിലേക്ക് അദ്ദേഹം ഓൾറെഡി അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഏതാണ്ട് 83 വയസ്സായി. അപ്പോൾ പവാറിൻ്റെ ലെഗസി അല്ലെങ്കിൽ പവാറിൻ്റെ പൈതൃകം അല്ലെങ്കിൽ ഔസ്യത്ത്, രാഷ്ട്രീയമായിട്ടുള്ള ഔസ്യത്ത് ആരാണ് ഏറ്റെടുക്കുക എന്നുള്ളതിൻ്റെ ഒരു സംഭവം കൂടെയുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ഒരു റീകൺസിലിയേഷൻ അല്ലെങ്കിൽ ഇതായിട്ട് രണ്ട് കൂട്ടരും തമ്മിലുള്ളൊരു യോജിപ്പിലേക്ക് എത്തുക എന്നുള്ള ഒരു നീക്കം നടക്കുകയായിരുന്നു. അപ്പോൾ അജിത് പവാർ നേരത്തെ പറഞ്ഞതുപോലെ അജിത് പവാർ സംസ്ഥാനത്തിൻ്റെ പ്രധാന നേതാവായി നിൽക്കുകയും ശരത് പവാറിൻ്റെ മകള് സുപ്രിയ സുലെ ദേശീയ തലത്തിൽ നേതാവായി നിൽക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു ഡിവിഷൻ ഓഫ് ലേബർ അങ്ങനെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെന്നും പറയുന്നുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, പവാറിൻ്റെ എൻ സി പി ഈ അജിത് പവാറിൻ്റെ എൻ സി പിയിൽ ലയിക്കുന്നതോട് കൂടിയിട്ട് അവർ ഇന്ത്യ ബ്ലോക്കിൽ നിന്ന് മാറി എൻ ഡി എയുടെ ഭാഗമാകുന്നതിനുള്ള സാധ്യതയും എല്ലാം തന്നെ തെളിഞ്ഞിരുന്ന സമയമാണ്. അതെല്ലാം അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ അപകടം ഉണ്ടായതും അദ്ദേഹം കൊല്ലപ്പെടുന്നതും. അപ്പോൾ ഇതിന് ശേഷം ഇനി എന്താണ് സംഭവ വികാസങ്ങൾ നടക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ പ്രധാനമായിട്ടും അല്ലെങ്കിൽ ചർച്ചകൾ ഫോക്കസ് ചെയ്യുന്നത്. എന്തായിരിക്കും ഈ ഒരു സംഭവ വികാസങ്ങൾ, അല്ലെങ്കിൽ ഈ അജിത് പവാർ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ എൻ സി പി ഫാക്ഷനെ ആര് നയിക്കും? അപ്പോൾ കാരണം ഇവരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് പേരുകളല്ലാണ്ട് ഈ പാർട്ടിക്ക് വേറെ പ്രമുഖ നേതാക്കൾ ആരാണെന്ന് പോലും പലർക്കും അറിയില്ല. അതിപ്പോൾ പവാറിൻ്റെ കൂടെയുള്ളത് പിന്നെ പ്രഫുൽ പട്ടേലാണ്. പ്രഫുൽ പട്ടേൽ കൂടുതലും ഈ പാർട്ടിയുടെ പൈസയും മറ്റ് കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതല്ലാണ്ട് ഗ്രാസ് റൂട്ട് ലെവലിലൊരു പൊളിറ്റിക്കൽ നേതാവെന്നുള്ള നിലയിലല്ല അദ്ദേഹം കൂടുതലും അറിയപ്പെടുന്നത്. അപ്പോൾ പിന്നെയുള്ളത് ഈ സുപ്രിയ സുലെ എന്ന് പറയുന്നതാണ്. സുപ്രിയ സുലെ ഈ അജിത് പവാറിനോടൊപ്പം നിൽക്കുന്ന ബാക്കിയുള്ളവർക്ക് സ്വീകാര്യയാവുമോ എന്നുള്ളൊരു വിഷയമുണ്ട്. അപ്പോൾ സുപ്രിയ സുലെ അഥവാ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അവർ ഏത് തരത്തിലായിരിക്കും അവരുടെ ഒരു സംഘടനാ ശേഷിയും മറ്റതെല്ലാം തെളിയിക്കുക എന്നുള്ളത്. കാരണം അവർ ആ നിലയിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ സംഘടനാ ശേഷിയോ അങ്ങനെയുള്ളൊരു നേതാവായിട്ടല്ല അവരിതുവരെ ഇത് ചെയ്തിട്ടുള്ളത്. അവർ ഇലക്ഷൻ ജയിക്കുന്നു, പവാറിൻ്റെ ഒരു ലെഗസിയിൽ ഇലക്ഷൻ ജയിക്കുന്നു, അങ്ങനെയുള്ളവരല്ലാണ്ട് ഈ പാർട്ടി പ്രവർത്തകരെയും പാർട്ടി സംഘടനാ മെഷീനറിയെയും കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരു എക്സ്പീരിയൻസ് അവർക്ക് ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ ആ നിലയിലാണ് ഈ എൻ സി പി എന്ന് പറയുന്ന സംഘടനാ തലത്തിലുള്ള എല്ലാ സാധനങ്ങളും നിയന്ത്രിച്ചിരുന്ന ഒരാളാണ് അജിത് പവാർ. അപ്പോൾ ആ നിലയിലാണ് അജിത് പവാറിൻ്റെ വിയോഗം ഇവർക്കൊരു എന്താ പറയുന്ന ഒരു ശൂന്യത പോലെ അനുഭവപ്പെടാനായിട്ടുള്ള ഒരു സാധ്യതയുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മകൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം ഇലക്ഷനിൽ പരാജയപ്പെട്ടു വരുന്നു. രണ്ടാമത്തെ മകൻ രാഷ്ട്രീയത്തിലില്ല, തീരെ താല്പര്യമില്ല, അതല്ല പൊതു ലൈഫിൽ താല്പര്യമില്ലാത്ത ഒരാളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ വൈഫാണ്. അവരും കഴിഞ്ഞ തവണ ഇലക്ഷന് മത്സരിച്ചിരുന്നു, പക്ഷേ അവർക്ക് വലിയ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വിജയിക്കാൻ പറ്റിയില്ല. പക്ഷേ അവരിപ്പോൾ രാജ്യസഭയിൽ എം പി ആണ്. അപ്പോൾ ആ ഇക്വേഷൻസ് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക? അതിന് ഇപ്പം ശരത് പവാറിൻ്റെ കാർമ്മികത്വത്തിൽ ഇതിനെ എല്ലാത്തിനെയും കൂടെ പരിഹരിക്കുന്ന നിലയിൽ ഉള്ള ഒരു ഫോർമുല ആയിരിക്കും അറ്റ്ലീസ്റ്റ് ഇപ്പോഴും ഇമ്മീഡിയറ്റ്ലായി അല്ലെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വരിക എന്നുള്ളതായിരിക്കും നമുക്ക് നോക്കാൻ കഴിയുക.